ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ കുടുംബത്തിൽ നിന്ന് ഇതാ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു. അതെ, കാരുണ്യത്തിന്റെ കടലായ മുത്തു റസൂൽ, പുഞ്ചിരി ധർമ്മമാണെന്ന് സ്നേഹത്തിന്റെ ഭാഷ പഠിപ്പിച്ച മുത്തു റസൂൽ, തൊഴിലാളിക്ക് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി നൽകണമെന്ന് നീതി പഠിപ്പിച്ച മുത്തു റസൂൽ, അനാഥ മക്കളുടെ മുമ്പിൽ സ്വന്തം മക്കളെ താലോലിക്കരുതെന്ന് കരുണയുടെ മാതൃക കാണിച്ച മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1499 ജന്മദിനമാണ് നാം ഇവിടെ ആഘോഷിക്കുന്നത്. റാലികളും മൗലിദുകളും കലാപരിപാടികളും നടത്തിയത് കൊണ്ട് മാത്രം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാവുകയില്ല. കുടുംബ ജീവിതത്തിലും കച്ചവടങ്ങളിലും ജീവിതയാത്രകളിലെല്ലാം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റണം. പാവപ്പെട്ട അനാഥകളെയും അഗതികളെയും രോഗികളെയും നാം സഹായിക്കണം. ഈ തിരക്ക് പിടിച്ച നഗരത്തിലെ ജീവിതത്തിനിടയിലും പാവപ്പെട്ടവരെ കണ്ടെത്തി സാന്ത്വന പ്രവർത്തനം നടത്തുന്ന SOSനെ ഈ വേളയിൽ വെച്ച് ഞാൻ അഭിനന്ദിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഇത്തരം കാര്യത്തിൽ കൈകോർത്ത് സഹായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ഇന്ത്യയുടെ ചില ഭാഗത്ത് മാത്രമുള്ളതാണെന്നും മൗലൂദുകൾ കേരളത്തിലെ മുസ്ലിയാർമാർ എഴുതിയുണ്ടാക്കിയതുമാണെന്നും പറഞ്ഞും പ്രസംഗിച്ചും നടന്നിരുന്ന പുത്തൻവാദികൾ ഇപ്പോൾ തിരുത്തി എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ലോകത്തിലെ 100-ൽ പരം രാജ്യങ്ങളിലും അതിൽ 50-ൽ പല മുസ്ലിം രാജ്യങ്ങളും അവരുടെ ദേശീയ ആഘോഷമായി